പുതുവർഷത്തിൽ പാർട്ടിക്ക് പുതുഭാവുകത്വം കണ്ടെത്താൻ കർണാടകയിലെ ബെളഗാവിയിൽ നാളെ കോൺഗ്രസ് നേതൃത്വം നവ സത്യഗ്രഹ് ബൈഠക് നടത്തും. 2:30 തുടങ്ങുന്ന യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അധ്യക്ഷത വഹിക്കും. ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ എന്ന മുദ്രാവാക്യമുയർത്തി 27-ന് 11-ന് വമ്പൻ റാലിയും സംഘടിപ്പിക്കും. പ്രവർത്തക സമിതി അംഗങ്ങൾക്ക് പുറമെ സ്ഥിരം ക്ഷണിതാക്കൾ, പ്രത്യേക ക്ഷണിതാക്കൾ, PCC അധ്യക്ഷർ, പ്രതിപക്ഷ നേതാക്കൾ, മുൻ മുഖ്യമന്ത്രിമാർ, പാർലമെന്ററി പാർട്ടി ഭാരവാഹികൾ തുടങ്ങി 200ഓളം പ്രതിനിധികളാണ് പങ്കെടുക്കുക. കോൺഗ്രസിൽ സംഘടനാ പരിഷ്കരണത്തിന്റെ വർഷമായിരിക്കും 2025 എന്ന സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നുണ്ട്. ഉദയ്പൂർ ചിന്തൻ ശിബിരത്തിൽ കൈക്കൊണ്ട 7 തീരുമാനങ്ങളിൽ 4 ഇതിനോടകം നടപ്പാക്കിയെന്നും വേണുഗോപാൽ പറഞ്ഞു. ശേഷിക്കുന്ന ലക്ഷ്യത്തിലെത്താനുള്ള ആസൂത്രണം യോഗത്തിലുണ്ടാകും. BR അംബേദ്കറിനെതിരെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ വിവാദ പരാമർശത്തിലെ തുടർ പ്രതിഷേധ പരിപാടികളെക്കുറിച്ചും ചർച്ചയുണ്ടാകും. റാലിയിൽ ഉപയോഗിക്കുന്ന ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ എന്ന മുദ്രാവാക്യം പുതുവർഷത്തിൽ പ്രധാന മുദ്രാവാക്യമായി ഉയർത്താനാണ് കോൺഗ്രസിന്റെ ശ്രമം. സ്വാതന്ത്ര്യ സമരകാലത്തുടനീളം കോൺഗ്രസിന്റെ ദീപസ്തംഭമായി നിന്ന മഹാത്മാഗാന്ധി പാർട്ടിയുടെ പ്രസിഡന്റായത് 100 വർഷം മുൻപ് ബെൽഗാം സമ്മേളനത്തിലായിരുന്നു. അതിന്റെ അനുസ്മരണാർത്ഥം നടക്കുന്ന പ്രവർത്തക സമിതിയുടെ യോഗ വേദിക്ക് ഗാന്ധിനഗർ എന്നു പേരിട്ടു. ഒരു തവണ മാത്രമാണ് ഗാന്ധിജി പാർട്ടിയുടെ അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടുള്ളത്. നെഹ്റുവിനെ AICC ജനറൽ സെക്രട്ടറിയായി നിലനിർത്തിയതും സേവാദളിന് ഔദ്യോഗിക അംഗീകാരം നൽകിയതും ഈ സമ്മേളനത്തിലായിരുന്നു. ബെളഗാവി ഉൾപ്പെടുന്ന കർണാടകയിൽ നിന്നുള്ള മല്ലികാർജുൻ ഖാർഗെയാണ് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലുള്ളതെന്നത് വലിയ പ്രത്യേകതയാണെന്നാണ് വേണുഗോപാൽ പറഞ്ഞത്. അതേസമയം ഇപ്പോൾ കത്തി നിൽക്കുന്ന വിഷയമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. കമ്മീഷനിലെ നിയമനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. തങ്ങൾ നൽകിയ നിർദ്ദേശങ്ങൾ പരിഗണിക്കുക പോലും ചെയ്യാതെ ഏകപക്ഷീയമായാണ് നിയമനം നടത്തിയതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ആരോപിക്കുന്നുണ്ട്. നിയമന നടപടിക്രമത്തിലെ നിഷ്പക്ഷതയിലും സത്യസന്ധതയിലും നേതാക്കൾ സംശയം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് അരുൺ മിശ്ര ജൂൺ 1-ന് സ്ഥാനമൊഴിഞ്ഞ ശേഷം അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ കേന്ദ്രം രാമസുബ്രഹ്മണ്യനെ നിയമിച്ചത്. ഇതാണ് പുതിയ പ്രശ്നത്തിന് ആധാരം.